മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ ബോധപൂർവം തെറ്റിദ്ധാരണകൾ പരത്തുകയും മാർപ്പാപ്പയുടെ സഭയിലെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് സഭയിൽ വിഘടനവാദം വളർത്താൻ ശ്രമിക്കുന്ന എറണാകുളം വൈദികരുടെ വിമത പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ സ്രോതസ് അന്യൻ സ്വഭാവമുള്ള കർദിനാൾ പാറേക്കാട്ടിൽ അദ്ദേഹം കാട്ടുന്ന പല അവസരവാദങ്ങളും തെളിവാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദി തന്നെയാണ് കർദിനാൾ പാറേക്കാട്ടിൽ. അദ്ദേഹത്തിന്റെ അന്നത്തെ അവസരവാദമാണ് സിറോ മലബാർ സഭയിൽ ഇന്നത്തെ അന്തഃഛിദ്രത്തിന്റെയും അനൈക്യത്തിന്റെയും വിത്തുകളൊക്കെ വിതച്ചത്. കർദിനാൾ പാറേക്കാട്ടിലിന്റെ അവസരവാദവും സഭാവിരുദ്ധതയുമാണ് എറണാകുളത്തെ വൈദികരുടെ വിഘടനവാദത്തിന്റെ ഉറവിടമെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. സിറോ മലബാർ സഭയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അർബുദ കോശങ്ങളാണ് എറണാകുളം വിമത വൈദികർ. അർബുദ കോശങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ ബാക്കി ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനാകൂ. കത്തോലിക്ക സഭയിലെ പ്രതിഭാശാലികളായ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു കാലത്ത് ഇടം പിടിച്ച വ്യക്തി തന്നെയായിരുന്നു ഈ പാറക്കാട്ടിൽ. രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവർ ഒരാൾ. അതുപോലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമ ക്രോഡീകരണത്തിനായുള്ള കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച മഹത് വ്യക്തി